അല്ല മക്കളെ, ഇത് നമ്മളെ വിനായകനല്ലേ? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇന്നലെ വരെ ജോസിനെ തടിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ ഇവര് ഇതെന്നാ പറ്റിയതാ? അപ്പൊ വിനായക ഇന്ന് രാത്രി ലൈവ് വീഡിയോ ഒന്നും വേണ്ടേ? തലക്കുസുഖില്ലാത്ത ആൾക്കാരോട് നീ എങ്ങനെ പട്ടി? ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പറഞ്ഞത് മറന്നിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? ഏതാ എനിക്ക് ആകെപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ടോ? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല. എന്തിനാടോ 3 ദിവസമൊക്കെ കബൂറകൾ നിർത്തിയിട്ട് പോ, പത്രക്കാരോട് പറയണേ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്താലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാര്. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? ആഞ്ജനേയ സ്വാമി നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെയെന്ന്. അമ്മാവൻ ചെല്ലേ. 10:45 കവലന്നൊരു ബസ്സുണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. എന്നാ പിടിക്കാൻ എന്തിന് വെറുതെ. അപ്പൊ ഇത് പറഞ്ഞ വിനായക ഇന്നും 24/7 ചാനലുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് എന്തൊക്കെയാണ് അവർ ചെയ്തത്, അത് ഇന്നും VS ന്റെ വിലാപയാത്രയും അന്ത്യകർമ്മങ്ങളും ഒക്കെ അവർ കാണിച്ചിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എന്റെ ആധ്യാത്മിക ഗുരുവായിരുന്നു ടീച്ചറുടെ ഭർത്താവ് കുഞ്ഞികൃഷ്ണേട്ടൻ. ഗുരു എങ്ങനെ? അതൊന്നും ടീച്ചർക്ക് അറിയില്ല. വിനായക ഇന്ന് രാത്രി ഒരു വീഡിയോ ഇടും. VS ചത്തു, എന്റെ തന്ത ചത്തു, ഉമ്മൻചാണ്ടി ചത്തു, VS ചത്തു, നിർത്തിപ്പോ മീഡിയക്കാരെ എന്നുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റുമോ വിനായകന്? പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. അതെ, നിങ്ങൾ ആരും എന്നെ നിയമം പഠിപ്പിക്കണ്ട. ഞാനൊരു പഴയ പഴഞ്ചൊല്ല് ഓർത്തു പോയതാ. അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആകാം, മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര സത്യം.